നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെ സ്മരണകൾ ഉയർത്തി ഇന്ന് ബലിപെരുന്നാൾ. മനുഷ്യത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി പെരുന്നാൾ ആഘോഷ നിറവിൽ വിശ്വാസികൾ. വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനൊപ്പം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും പ്രത്യേക പ്രാർത്ഥനകളും. പ്രാർത്ഥനാ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ഓരോ പെരുന്നാൾ ദിനങ്ങളും ഓർമ്മപ്പെടുത്തുന്നത് പരസ്പര വിദ്വേഷവും വെറുപ്പും വെടിയാനെന്ന് ഖത്തീബ് സൈദലവി അൻവരി. വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കാറോടിച്ചിരുന്ന മുഖ്യപ്രതി അലന്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷ്. അജീഷിനെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂരിൽ നിന്നും. അജീഷിനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം പിടിയിലായ മുഖ്യപ്രതി അലന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനമിടിപ്പിച്ചതെന്ന് പോലീസ് FIR. ബസ് ജീവനക്കാരുടെ കാരുണ്യത്തിൽ വാണിയംകുളം സ്വദേശി 23-കാരൻ മണികണ്ഠന് പുതുജീവൻ. പാലക്കാട് വളാഞ്ചേരി റൂട്ടിലോടുന്ന നിനു സ്റ്റാർ ബസ്സിൽ കുഴഞ്ഞു വീണ മണികണ്ഠനെ ബസ് നിർത്തേണ്ട 10-ലധികം സ്റ്റോപ്പുകൾ ഒഴിവാക്കി ഉടൻ ആശുപത്രിയിലെത്തിച്ച ബസ് ജീവനക്കാരുടെ അവസരോചിത ഇടപെടൽ രക്ഷയായി. കാലതാമസം കൂടാതെ എത്തിക്കാനായതിനാലാണ് ജീവൻ രക്ഷിക്കാനായതെന്ന് വ്യക്തമാക്കി ആശുപത്രി അധികൃതർ. വാർത്തകൾ വിശദമായി. മനുഷ്യത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് ബലിപെരുന്നാൾ. ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് സ്വന്തം മകനെ പോലും ബലി നൽകാൻ മടിക്കാതിരുന്ന ഇബ്രാഹിം പ്രവാചകന്റെയും പത്നി ഹാജറയുടെയും ആത്മസമർപ്പണ സ്മരണയിലാണ് മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ബലിപെരുന്നാളിന്റെ ഭാഗമായി പള്ളികളിലെ പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പരസ്പരം ആശംസകൾ അറിയിച്ചാണ് വിശ്വാസികൾ സന്തോഷം പങ്കുവയ്ക്കുന്നത്. ബലിപെരുന്നാളിന്റെ ഭാഗമായി പട്ടാമ്പി മേഖലയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. രാവിലെ 8:30 പട്ടാമ്പി വലിയ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് സൈദലവി ഫൈസി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിനെ സഹിക്കാനും പിന്നെ മുന്നോട്ട് പോകാനും നമുക്കൊരു ആഫിയത്തുള്ള അല്ലെങ്കിൽ നല്ല മനക്കരുത്ത് അള്ളാഹു നൽകണം. അതിനുവേണ്ടി ഒരു ഒരുക്കമാണ് ബലിപെരുന്നാൾ വരുമ്പോൾ. നമ്മൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതല്ലെങ്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഭക്ഷിച്ച് ഉറങ്ങിപ്പോകുന്നതിനേക്കാൾ നമ്മൾ ഓർക്കണം ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായത്, ഇങ്ങനെ ബലികർമ്മം ഉണ്ടാക്കിയത്. ആ ഒരു ത്യാഗം വല്ലാത്തൊരു ത്യാഗമാണ്. പരിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തി പറയാനുണ്ടാവുന്ന കാരണം അവിടുത്തെ പരീക്ഷണങ്ങളെ നേരിട്ട ആ ഒരു രൂപത്തെ പരാമർശിച്ചുകൊണ്ടാണ്. മണ്ണൂർ പത്രിപ്പാല മേഖലയിലെ പള്ളികളിൽ ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. രക്ഷയും തണുപ്പും നൽകി അങ്ങനെയുള്ള വലിയ പരീക്ഷണങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വിജയം നൽകി. ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അല്ലാഹു ഒരു പൊന്നുമോനെ നൽകി. ഒരുപാട് വർഷങ്ങളുടെ പ്രാർത്ഥന, ഒരുപാട് വർഷങ്ങളുടെ പ്രിയതമയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. മണ്ണൂർ കൊട്ടക്കുന്ന് ജുമ്മാ മസ്ജിദിൽ കൃത്യം 8 മണിക്ക് തന്നെ നമസ്കാരത്തിന് തുടക്കമായി. പരസ്പരം വിദ്വേഷവും വെറുപ്പും വെടിഞ്ഞ് നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ഖത്തീബ് സൈദലവി അൻവരി പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകളാണ് നമസ്കാരത്തിൽ പങ്കെടുത്തത്. സൈദലവി അൻവരി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. എടത്തറ 5-ാം മൈൽ മസ്ജിദു നൂറിൽ ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. ബഷീർ പുതുക്കോട് നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. തൃത്താലയിൽ SIയെ വാഹനമിടിപ്പിച്ച കേസ്. മുഖ്യപ്രതിയുടെ സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി പോലീസ് പിടിയിൽ. ഒറ്റപ്പാലം സ്വദേശി അജീഷിനെയാണ് തൃശൂരിൽ നിന്നും തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഹനമോടിച്ചിരുന്ന ഞാങ്ങാട്ടിരി നായിക്കത്ത് പറമ്പിൽ അലനെ ഞായറാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനമിടിപ്പിച്ചതെന്ന് FIRൽ പറയുന്നു. കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നെന്ന് പ്രതികളുടെ മൊഴിയുണ്ട്. പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുമായി വെട്ടിച്ചു കടന്നത്. പോലീസ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇവർ പറഞ്ഞു. തൃത്താലയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് SIയെ ഇടിച്ചു വീഴ്ത്തിയത്. തൃത്താല സ്റ്റേഷനിലെ SI ശശികുമാറിനെയാണ് വാഹനമിടിച്ചത്. സംഭവത്തിൽ വാഹനമുടമ ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ജോലി തടസ്സപ്പെടുത്തിയതിനും കൊലപാതക ശ്രമത്തിനും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. തൃത്താല CIയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം വാഹന പരിശോധന നടത്തുകയായിരുന്നു.
ഇതിനിടയിലാണ് വെള്ളിയാങ്കലിൽ സംശയാസ്പദമായ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസിനെ കണ്ടതും വാഹനത്തിലുണ്ടായിരുന്നവർ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ചു. കൈ കാണിച്ചെങ്കിലും വാഹനം നിർത്താതെ മുന്നോട്ടു പോയി. SIയെ ഇടിച്ചു വീഴ്ത്തി. SIയെ മനഃപൂർവ്വം വാഹനം ഇടിക്കുകയായിരുന്നുവെന്ന് തൃത്താല CI വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ക്രഷർ ഉടമ അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ 19-കാരനായ മകൻ അലനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് അപകട സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷാണെന്ന് അലൻ മൊഴി നൽകിയത്. തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. യാത്രക്കാരൻ ബസ്സിൽ കുഴഞ്ഞു വീണു. അവസരോചിത ഇടപെടലിലൂടെ പുതുജീവിതത്തിലേക്ക് ബസ് ഓടിച്ചു കയറി മാതൃകയായി ബസ് ജീവനക്കാർ. പാലക്കാട് വളാഞ്ചേരി റൂട്ടിലോടുന്ന നിനു സ്റ്റാർ ബസ്സിൽ കുഴഞ്ഞു വീണ വാണിയംകുളം സ്വദേശി 23-കാരൻ മണികണ്ഠനാണ് ബസ് ജീവനക്കാരുടെ അവസരോചിത ഇടപെടലിൽ പുതുജീവനേകിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ പട്ടാമ്പിയിൽ നിന്നുമാണ് വാണിയംകുളം സ്വദേശിയായ മണികണ്ഠൻ ബസ്സിൽ കയറുന്നത്. പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ബസ് മേലെ പട്ടാമ്പിയിൽ എത്തിയപ്പോൾ മണികണ്ഠന് ചെറുതായി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പിന്നീട് കുഴപ്പമില്ലെന്ന് പറയുകയായിരുന്നു. ഓങ്ങല്ലൂർ എത്തിയപ്പോൾ മണികണ്ഠൻ ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 10-ൽ കൂടുതൽ സ്റ്റോപ്പ് ഒഴിവാക്കി വേഗത്തിൽ രോഗിയെ വാണിയംകുളം PK ദാസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന്റെ മുന്നിലേക്ക് ബസ് ഹോൺ മുഴക്കി വേഗത്തിലെത്തിയപ്പോൾ ആശുപത്രി ജീവനക്കാർ അമ്പരന്നു. പിന്നീട് വിവരം അറിയിച്ച ഉടനെ രോഗിയെ ബസ്സിൽ നിന്ന് ഇറക്കി ചികിത്സ നൽകുകയായിരുന്നു. കാലതാമസം കൂടാതെ രോഗിയെ എത്തിച്ച് ചികിത്സ നൽകാൻ കഴിഞ്ഞതിനാൽ ജീവൻ രക്ഷിക്കാനായി. ഇപ്പോൾ രോഗി സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഓങ്ങല്ലൂർ മുതലുള്ള സ്റ്റോപ്പിൽ ഇറക്കേണ്ട യാത്രക്കാരെ പിന്നീട് വാണിയംകുളത്താണ് ഇറക്കിവിട്ടത്. കനിവിന്റെ കണികകൾ കൈമുതലായ ബസ് തൊഴിലാളികളെ ആശുപത്രി അധികൃതരും ബസ്സിലെ മറ്റു യാത്രക്കാരും അഭിനന്ദിച്ചു. ബസ് ജീവനക്കാരായ ഡ്രൈവർ ചാത്തന്നൂർ സ്വദേശി AB മനാഫ്, കണ്ടക്ടർ പട്ടാമ്പി സ്വദേശി C അലിമോൻ, മാനേജർ JV അഭിനവ് എന്നിവരുടെ ഇടപെടലിലാണ് മണികണ്ഠന് പുതുജീവൻ തിരിച്ചു കിട്ടിയത്. വൈകുന്നേരം തിരക്കുള്ള സമയമായതിനാൽ കളക്ഷൻ കൂടുതൽ കിട്ടുമായിരുന്നെങ്കിലും പണത്തിനപ്പുറം മനുഷ്യജീവനാണ് തങ്ങൾ വില നൽകിയതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിവന്ന അനിശ്ചിതകാല വിദ്യാർത്ഥി സമരം താൽക്കാലികമായി നിർത്തിവച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപക നിയമനം നടത്താൻ ഉത്തരവിട്ടതിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി നിർത്തിവച്ചത്. മെഡിക്കൽ കോളേജിൽ സ്ഥിരം അധ്യാപകരെ നിയമിക്കുക, ഭൗതിക സാങ്കേതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥി ഐക്യവേദിയും SFIയും ഒരാഴ്ച മുൻപ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. മന്ത്രി രാധാകൃഷ്ണൻ സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകാനായില്ല. ഇതിനു പുറമെ VK ശ്രീകണ്ഠൻ MP സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരപ്പന്തലിലെത്തി. സമരം തീർക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് MP മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. IMA, RMP, വെൽഫെയർ പാർട്ടി തുടങ്ങിയവരും സമരത്തിന് പിന്തുണ നൽകി. PTIയുടെ പിന്തുണയും സമരത്തിന് ലഭിച്ചു. ആരോഗ്യവകുപ്പിന്റെ ഉദാസീനതയും പോരായ്മയും വീണ്ടും സജീവ ചർച്ചയാവുമെന്ന് വന്നതോടെയാണ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപകരെ നിയമിക്കാൻ സർക്കാർ ഉത്തരവിട്ടത്. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിക്കടുത്ത് മുതുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രതിഷേധവുമായി രംഗത്തെത്തി. UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരവും സംഘടിപ്പിച്ചു. മുതുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറ റോഡ് തകർച്ച നേരിട്ട് ഏതാനും വർഷങ്ങളായി. നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത്. കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുരിതത്തിലാണിപ്പോൾ. പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോഡ് നന്നാക്കാത്തതിനെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ഗേറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. വേണ്ടിയിട്ടുള്ള മുറവിളി നമ്മൾ കൂട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തിനോട് പറഞ്ഞാൽ പറയും, MLAയോട് പറയാം, MLAയോട് പറഞ്ഞാൽ പറയും നിങ്ങൾ ബ്ലോക്ക് മെമ്പറോടൊന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇട്ട് കളിപ്പിക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ആരോട് പറയണമെന്ന് ഇവിടെ ആർക്കും അറിയാതെ ഇവിടുത്തെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു റോഡ് മാത്രമല്ല, മുതുതല പഞ്ചായത്തിൻ്റെ മൊത്തം ഭരണ രീതി തന്നെ നമുക്കറിയാവുന്നതാണ്. ഒന്നിനും കാശില്ല എന്ന് പറഞ്ഞ് ഇവിടെ യാതൊരു പുരോഗതിയും ഒരു പ്രവർത്തനവും നടക്കാതെ എന്തൊക്കെയോ ജനങ്ങളുടെ മുമ്പിൽ ലഭ്യം പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇവിടുത്തെ ഭരണസമിതി. നമ്മൾക്ക് പറയാനുള്ളത്,
ജനങ്ങൾക്ക് ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നേരം പോലെ നടക്കണമല്ലോ റോട്ടിൽ കൂടെ. നേരം പോലെ നമുക്കറിയാം, ടാക്സ് കൊടുക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. വാഹനങ്ങൾക്ക് കൃത്യമായി ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഉടനെ RTO. KPCC മെമ്പർ റിയാസ് മുക്കോളി മുഖ്യപ്രഭാഷണം നടത്തി. സെയ്തലവി അധ്യക്ഷനായി. മുതുതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ്, KM മുഹമ്മദ്, TP ഷഹീർ, യാവൂട്ടി, മാനു, വനജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ പെരടിക്കുന്ന് ദീപം സാധുജന പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. പരിപാടി കോട്ടായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണലീല ഉദ്ഘാടനം ചെയ്തു. സഹായിക്കാം എന്ന് പറഞ്ഞ് ആ ഒരാളെ ചെയ്യാൻ സഹായിക്കുമ്പോൾ അതാണ് ജീവിതത്തിന്റെ പ്ലസ്. അതൊക്കെ വ്യത്യാസം മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ കൈവരിച്ചതെല്ലാം തീർച്ചയായും നമുക്ക് അഭിമാനമുള്ളതാണ്. അതിന്റെ കൂടെ മക്കളെ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രായത്തിൽ ചെയ്യാൻ തുടങ്ങുന്നത് പോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 50ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണം ചെയ്തു. പരിപാടിയിൽ രക്ഷാധികാരി K ബാലകൃഷ്ണൻ അധ്യക്ഷനായി. റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ VR വിജയകുമാർ മുഖ്യാതിഥിയായി. സുരേഷ്, AP ഉണ്ണികൃഷ്ണൻ, V രവീന്ദ്രൻ, N ഗംഗാധരൻ, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 10 കിലോ ഭാരമുള്ള മുഴ മൂലം നടക്കാൻ കഴിയാതെ വന്ന 61കാരിക്ക് ആശ്വാസമേകി തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ്. 6 മണിക്കൂർ നീണ്ട വിജയകരമായ ശസ്ത്രക്രിയയിലൂടെ കാലിൽ നിന്നും ട്യൂമർ നീക്കം ചെയ്തു. 1 മാസം മുമ്പാണ് കാലിൽ വലിയ മുഴയുമായി തൃശൂർ പുഴയ്ക്കൽ സ്വദേശിനിയായ 61കാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്നത്. കാലിൽ തുടയോട് ചേർന്നാണ് ട്യൂമർ ഉണ്ടായിരുന്നത്. അതിവേഗമായിരുന്നു ട്യൂമറിന്റെ വളർച്ച. ഇതുമൂലം രോഗിക്ക് നടക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരുന്നു. രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് രോഗം കൂടി ഉണ്ടായിരുന്നു. ഇത് ശസ്ത്രക്രിയയുടെ സങ്കീർണത വർദ്ധിപ്പിച്ചിരുന്നു. 6 മണിക്കൂർ നീണ്ട വിജയകരമായ ശസ്ത്രക്രിയയ്ക്കൊടുവിൽ രോഗിക്ക് സാധാരണ പോലെ നടക്കാനായത് പുനർജീവനമായാണ് രോഗിയും ബന്ധുക്കളും കരുതുന്നത്. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗവും ഓങ്കോ സർജറി വിഭാഗവും ചേർന്നായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മെഡിക്കൽ സംഘത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചെലവ് വരുമായിരുന്ന ശസ്ത്രക്രിയ സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് ചെയ്തത്. ഈ മാസം 10-നായിരുന്നു ശസ്ത്രക്രിയ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അനങ്ങനടി പ്ലാക്കാട്ടുകുളം ഇപ്പോൾ വേറെ ലെവലാണ്. ദിനപ്രതി കുളത്തിൽ കുളിക്കാനെത്തുന്നവരുടെ എണ്ണം 1000-ലധികം. അനങ്ങനടി പഞ്ചായത്ത് കാര്യാലയത്തിന്റെ പിറകുവശത്താണ് വിസ്തൃതമായ ഈ പൊതുകുളം. വർഷങ്ങളായി പായലും മറ്റും നിറഞ്ഞ കുളം ഉപയോഗശൂന്യമായിരുന്നു. അനങ്ങനടി പഞ്ചായത്ത് പ്രശ്നം അറിയിച്ചതിനെ തുടർന്ന് P മമ്മിക്കുട്ടി MLA ഇടപെട്ടു. MLAയുടെ ഇടപെടലിനെ തുടർന്ന് കുളം നവീകരിക്കുന്നതിനായി ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചു. ജനുവരിയിൽ ആരംഭിച്ച പ്രവൃത്തിയുടെ 80% പൂർത്തിയായിട്ടുണ്ട്. 1.25 ഏക്കറോളം വരുന്ന കുളത്തിനു ചുറ്റും കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി, ചുറ്റും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഗ്രിൽ, കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ കുളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പരിശീലന കേന്ദ്രം, കുളത്തിലേക്ക് ഇറങ്ങുന്നതിനാവശ്യമായ കടവ്, കാർഷിക ആവശ്യത്തിന് ജലം തുറന്നുവിടുന്നതിനായി പൈപ്പുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. കുളത്തിനു ചുറ്റും കട്ടവിരിക്കലും കോൺക്രീറ്റുമാണ് അവശേഷിക്കുന്ന പ്രവൃത്തി. സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട് കുളത്തിനു ചുറ്റും ലൈറ്റ് സ്ഥാപിക്കുന്നുണ്ട്. കുളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളവും ഇപ്പോൾ നടപ്പാക്കിയ മാറ്റങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. കുളത്തിൻ്റെ സൗന്ദര്യം കാണാനും കുളിക്കാനുമായി അനങ്ങനടി പഞ്ചായത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് നിത്യേന എത്തുന്നത്. അതിരാവിലെ മുതൽ ഇരുട്ടാകും വരെ കുളത്തിൽ ആളുകളുണ്ടാകും. നീന്തലറിയാത്ത തലമുറയ്ക്ക് നീന്തൽ പഠിക്കുന്നതിനും ജനങ്ങൾക്ക് കുളിക്കുന്നതിനും കാർഷിക മേഖലയ്ക്കും കുളം ഉപകാരപ്രദമാകുമെന്ന് പ്ലക്കാട്ടുകുളം സന്ദർശിച്ച ശേഷം P മമ്മിക്കുട്ടി MLA പറഞ്ഞു. കുളം സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനും കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ചില വീഡിയോയിലൊക്കെ തന്നെ കാണുമ്പോഴാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം ജനങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. വീഡിയോകൾ ചെയ്ത് ആളുകളെ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മറ്റാളുകളും ആവശ്യപ്പെട്ടതിനനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഈ കുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി, അതുപോലെ തന്നെ അതിന് ജനങ്ങളെ എത്രത്തോളം ഉപയോഗപ്പെടുന്നു എന്തെല്ലാം രീതിയിലുള്ള പരിശോധിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ നമുക്ക് കൺ കുളിർക്കാൻ സത്യങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെയാണ് ആളുകൾ
പരിസര പ്രദേശത്തു നിന്ന്, പഞ്ചായത്ത് മാത്രമല്ല പരിസര പ്രദേശത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വന്നപ്പോഴും കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ കുട്ടികളെ കയ്യും പിടിച്ച് നീന്തൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. നീന്തൽ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ശശി, CP വനജ, നാട്ടുകാരൻ TP രാമകൃഷ്ണൻ എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെ സ്മരണകൾ ഉയർത്തി ഇന്ന് ബലിപെരുന്നാൾ. മനുഷ്യത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി പെരുന്നാൾ ആഘോഷ നിറവിൽ വിശ്വാസികൾ. വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനൊപ്പം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും പ്രത്യേക പ്രാർത്ഥനകളും. പ്രാർത്ഥനാ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ഓരോ പെരുന്നാൾ ദിനങ്ങളും ഓർമ്മപ്പെടുത്തുന്നത് പരസ്പര വിദ്വേഷവും വെറുപ്പും വെടിയാനെന്ന് ഖത്തീബ് സൈദലവി അൻവരി. വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കാറോടിച്ചിരുന്ന മുഖ്യപ്രതി അലന്റെ സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷ്. അജീഷിനെ തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂരിൽ നിന്നും. അജീഷിനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം പിടിയിലായ മുഖ്യപ്രതി അലന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനം ഇടിപ്പിച്ചതെന്ന് പോലീസ് FIR. ബസ് ജീവനക്കാരുടെ കാരുണ്യത്തിൽ വാണിയംകുളം സ്വദേശി 23-കാരൻ മണികണ്ഠന് പുതുജീവൻ. പാലക്കാട് വളാഞ്ചേരി റൂട്ടിലോടുന്ന നിനു സ്റ്റാർ ബസ്സിൽ കുഴഞ്ഞു വീണ മണികണ്ഠനെ ബസ് നിർത്തേണ്ട 10-ലധികം സ്റ്റോപ്പുകൾ ഒഴിവാക്കി ഉടൻ ആശുപത്രിയിലെത്തിച്ച ബസ് ജീവനക്കാരുടെ അവസരോചിത ഇടപെടൽ രക്ഷയായി. കാലതാമസം കൂടാതെ എത്തിക്കാനായതിനാലാണ് ജീവൻ രക്ഷിക്കാനായതെന്ന് വ്യക്തമാക്കി ആശുപത്രി അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.